ഗുഡ് ഈവനിങ്. എല്ലാവരും പള്ളിയിൽ പോയോ? നമുക്ക് അപ്പവും പാലുണ്ടാക്കിയാലോ? ആദ്യം ഒരു പാത്രത്തിൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ നെയ്യ് തടവുക. എന്നിട്ട് ഞങ്ങളുടെ മാവ് കണ്ടോ, നല്ല പൊങ്ങിയിരിക്കണം അപ്പത്തിൻ്റെ മാവ്. അപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കുക, ഞങ്ങളിടുന്നതായിരിക്കും. എന്നിട്ട് ഈ പ്ലേറ്റിലോട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിക്കണം. ഒരു 4-5 കരണ്ടി ഒഴിച്ചോ. അതിങ്ങനെ ഇച്ചിരി പൊങ്ങി വന്നല്ലോ. അത് കഴിയുമ്പോൾ നമ്മുടെ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശ് വെച്ച് കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഇഡ്ഡലി പാത്രം മൂടുന്നു. നെക്സ്റ്റ് പാലുണ്ടാക്കാൻ പോവാം. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാട്ട് നമ്മൾ ഈ കലക്കി വെച്ചേക്കണ മാവ് ഒരു സ്പൂൺ ഇടണം, ഒരു തവി. എന്നിട്ട് നല്ലോണം ഇളക്കണം. ഇളക്കി ഇതിൻ്റെ അകത്താട്ട് വെല്ലവും കൂടെ ഇടണം കേട്ടോ. വെല്ലവും കൂടെ ഇട്ട് നല്ലോണം ഇളക്കണം. സ്റ്റവ് ഓൺ ചെയ്യരുതേ. സ്റ്റവ് ഓൺ ചെയ്യാണ്ട് വേണം ഇതൊക്കെ ഇടാൻ. എന്നിട്ട് ആ മാവിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കഴുകി, നമുക്ക് വെള്ളം ചേർക്കണമല്ലോ, അതുകൊണ്ട് ആ മാവിൻ്റെ പാത്രവും കൂടെ കഴുകി അങ്ങോട്ട് ഒഴിച്ച് ഈ വെല്ലം ഒന്ന് ഉരുകുന്നവരെ ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ ഒരിച്ചിരിയും കൂടെ എക്സ്ട്രാ വെല്ലം ചേർക്കണം. ഇത് ഓൾമോസ്റ്റ് ഒരു തേങ്ങയുടെ പാലാണ്. ഒരു തേങ്ങയുടെ പാലിലേക്ക് ഒരു 1/4 കിലോളം വെല്ലം ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കി കൈവിടാണ്ട് ഇളക്കണം. അത് കഴിയുമ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് കൈ വിടാണ്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് അടി പിടിക്കും. എന്താണെന്ന് വെച്ചാൽ മാവല്ലേ നമ്മൾ ഒഴിച്ചേക്കണേ. നല്ലോണം ഇളക്കി കഴിയുമ്പോൾ ഒരു പിഞ്ചോളം ഉപ്പ്, അത് കഴിയുമ്പോൾ ഇച്ചിരി ചുക്കുപൊടി, നമ്മുടെ ഡ്രൈ ജിഞ്ചർ, ഒരു 3 കിള്ള് ചുക്കുപൊടി മതിയാവും കേട്ടോ അത്രയും പാലിന്. പിന്നെ ഒരു 2-3 കിള്ള് ഏലക്ക നല്ലോണം പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കണം. ഇളക്കി കൈവിടാണ്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ അപ്പമായൊന്നൊന്ന് നോക്കാം. നല്ല പൊങ്ങി ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ പെസാപ്പം വന്നുണ്ട്. അപ്പോൾ ഇത് വെന്തോന്ന് എങ്ങനെ നോക്കും? ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കിൽ വെച്ച് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റെഡി ആയെന്ന്. ഇത് ഞങ്ങളുടെ അപ്പം ഇച്ചിരിയും കൂടെ ആവണമായിരുന്നു കേട്ടോ. അത് കാരണം ക്ലോസ് ചെയ്ത് വെച്ച്. എന്നിട്ട് മമ്മി കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ആയി വരും. ഇളക്കി വന്ന് ആ മാവൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയി വരും. ഇത്രയും കട്ടിയിൽ ഞങ്ങളുടെ അപ്പം കണ്ടോ. പിന്നെ മമ്മി ഇതേ അപ്പവും മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വായിൽ വെച്ച് തരും. അപ്പോൾ ആദ്യം നമ്മുടെ ത്രൂക്കുട്ടനാണ്. അപ്പോൾ ചൂടാണ് ഇച്ചിരി, അത് ഊതി കൊടുക്കണേന്ന്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മിഷേലിനും കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാനാണ് കേട്ടോ മേടിച്ചത്. ഇപ്പം ഇത് എല്ലാവർക്കും പ്ലേറ്റിൽ അപ്പവും ഒരു കപ്പിൽ പാലും കൂടെ വെച്ച് ഞാൻ തിന്നു. ബായ്.